ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്ന് വൃത്തികേടുകൾ എഴുതിയിട്ടുണ്ടിരുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അതിപ്പോൾ അവർ പേരൊക്കെ അപ്പോഴപ്പോഴാണ് മാറ്റും. ആദ്യം വെറൈറ്റി മീഡിയ എന്നായിരുന്നു, ഇപ്പോൾ അതാ രണ്ടാമത് 369 ആ ഒരു പേരായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഷോട്ടുകളൊക്കെ ഇടുന്നുണ്ട്. എന്താണെങ്കിലും അവർ ചെറിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. അവർക്ക് പോലീസിലും പട്ടാളത്തിലൊക്കെ പിടിപാടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും തെറി വിളിക്കും. അവർ ധൈര്യമായിട്ട് തെറി വിളിക്കും. അവരുടെ ഫോട്ടോ കാണിക്കാൻ പാടില്ല എന്ന് ഫോട്ടോ മാറ്റിയിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ ആ പോലീസിനെ പട്ടാളത്തിൻ്റെയും റെക്കമെൻഡിൽ തെറി പറയാൻ വരുന്നതിന് അടുത്ത വീഡിയോയിൽ തരാമേ. തൽക്കാലം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇവിടെ ഇടുന്നു. നിങ്ങൾ വിളിച്ച തെറികൾ കൊണ്ട് നിങ്ങളുടെ ആ ഫേസ് ഞാൻ അവിടെ മറച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെപ്പോലെ റീൽസ് ചെയ്യുന്ന എല്ലാവരെയും ഒന്നിച്ച് ഈ സാരി എടുത്ത ഈ മാലാഖ പോക്ക് കേസുകൾ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡിനെ പറഞ്ഞാണോ വേഷം കെട്ട്? അതിൽ ലൈൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ സാരി എടുത്ത മാലാഖ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പറയുന്ന വിവരം കെട്ടവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗണ്ടിൽ പാട്ട് പോലും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ പാട്ട് വയ്ക്കത്തില്ലേ? അങ്ങനെ സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. ചെറ്റയെന്ന് നിങ്ങൾ എന്നെ വിളിച്ചു, അത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വയം അങ്ങ് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ചെറ്റയെന്ന് വിളിക്കാൻ നിങ്ങൾ എന്നെ വളർത്തി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഉള്ളത് പറയുന്നതിൽ ഞാൻ ഭയക്കാറില്ലെന്ന്. ഭയക്കണം, മറ്റുള്ളവരെ അനാവശ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയക്കണം. ഞാനിവിടെ നല്ല മാനം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ഷോർട്സും ചെയ്യുന്നത്. മൈൻഡ് ഇറ്റ്. ഇവർക്ക് ബുദ്ധിക്ക് ഒരു കുറവും ഇല്ല, ഒരു ഇതുമില്ല. അവർ ഡി പി മാറ്റിയല്ലോ. ഇപ്പം ഈ ഡി പി അല്ല അവരുടേത്. ഇപ്പം അവർ ഡി പി മാറ്റി. ഞാൻ അതിന് മുമ്പ് സ്ക്രീൻഷോട്ട് എടുത്തതാണിത്. പോക്ക് കേസുകളെന്ന് വിളിക്കാൻ ഇവിടെ തുണിയില്ലാതെ ആട്ടമൊന്നും നടക്കുന്നില്ല. മൈൻഡ് ഇറ്റ്. മര്യാദക്ക് സംസാരിച്ചോ സ്ത്രീയെ. സാരി ഉടുത്ത ഒരു മാലാഖ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇതെൻ്റെ ജോലി, ഇതെൻ്റെ ചാനൽ. ഉള്ളത് പറയാൻ ഭയക്കാറില്ലെന്ന് പറഞ്ഞ് എന്ത് തോന്നിയവാസം, പോക്ക് കേസുകൾ, വരവ് കേസുകൾ, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് കണ്ട പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കാൻ നിന്നാലുണ്ടല്ലോ. ഒന്നാമത്തെ ഞാൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇതെൻ്റെ ജോലിയാണ്, എൻ്റെ ചാനൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു. കംപ്ലൈൻറ്റ് കൊടുത്ത് അകത്ത് കൊട്ടക്കും. നിങ്ങൾ പ്രായമായ ഒരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട്, ബുദ്ധിക്കുറവുണ്ട്, വിവരക്കേടുണ്ട്. ഇങ്ങനെയുള്ള യാതൊരു കൺസിഡറേഷനും കിട്ടില്ല. കാരണം നിങ്ങൾ ഈ കമൻസ് ഞാൻ തിരിച്ചിടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഡി പി മാറ്റി. ഓക്കെ, ഇത് ഞാൻ അതിന് മുമ്പ് എടുത്തതാണ്. അപ്പം ഡി പി മാറ്റാൻ അത്രയും ബുദ്ധിയുണ്ട് നിങ്ങൾക്ക്. വൃത്തികേട് കാണിക്കുമ്പോൾ കാണിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പോയി വൃത്തികേട് കാണിക്കുന്നവരുടെ അടുത്ത് പോയി കമൻറ്റ് ഇടുക. അപ്പോൾ വയറ് നിറച്ച് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇത് ചാനൽ എന്താണ്, വീഡിയോ എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, ലൈഫ് എന്താണെന്ന് തിരിച്ചറിയാത്ത എല്ലാ വിഡ്ഢികൾക്കുമായി സമർപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.